ഹായ് സുഹൃത്തുക്കളെ, പ്രോഫിറ്റ് ട്രേഡർ സോഫ്റ്റ്വെയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ദിവസം നമ്മളുടെ പ്രോഫിറ്റ് ട്രേഡർ സോഫ്റ്റ്വെയറിന്റെ ഈ ആഴ്ചയിലെ 1 വീക്ക് പെർഫോമൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരാഴ്ചയിൽ നമുക്ക് പ്രോഫിറ്റ് ട്രേഡർ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് നമ്മളുടെ ഫോറക്സിലെ ഗോൾഡ് പെർഫോം ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 27/1/2025 മുതൽ 31/1/2025 വരെ, അങ്ങനെ 5 ദിവസത്തെ നമ്മളുടെ സോഫ്റ്റ്വെയറിന്റെ പെർഫോമൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അത് ഒരു രാവിലെ 6 മണി മുതൽ വൈകുന്നേരം ഒരു രാത്രി 10 മണി വരെയുള്ള എൻട്രികളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം, ഏകദേശം ഗോൾഡിലൊക്കെ ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ഇവന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവന്റ് ടൈമിലുള്ളത് സഹിതം നമ്മൾ നോക്കുന്നുണ്ട്. ഇവന്റ് ടൈമിലൊക്കെ നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മാറി നിൽക്കണം. അപ്പം ഏത് ഗോൾഡിലായാലും ഏത് കറൻസിയിലായാലും നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് സമയത്ത് നമ്മൾ ഇവന്റ് ഒക്കെ ഉള്ള ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ടൈമിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവന്റ് ടൈമിലുള്ള എൻട്രികളും നമ്മൾ ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ എല്ലാ എൻട്രികളും നമ്മൾ നോക്കുന്നു, ഒരു എൻട്രികളും വിടാതെ നമ്മൾ രാവിലെ 6 മണി മുതൽ വൈകിട്ടൊരു രാത്രി 10 മണി വരെ ഉള്ള എൻട്രികളാണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് ആദ്യം ഒരു ട്രേഡ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒരു എൻട്രി എടുക്കുന്നത്, ഒരു സെൽ എൻട്രി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു സെൽ ആരോ വരും. ആരോ വരുന്ന ടൈമിൽ നമുക്ക് തൊട്ട് താഴെ 3 ട്രെൻഡ് ബാർസ് ഉണ്ട്. ഇത് 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം നമുക്ക് കൺഫേം ആയി. 2 എണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് സെൻട്രലിലെ ബാർ കൺഫേം ആയിരിക്കണം. അതുപോലെ തൊട്ട് മുകളിലെയോ അല്ലെങ്കിൽ തൊട്ട് താഴെയോ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കൺഫേം ഉണ്ടെങ്കിൽ നമുക്ക് ആ സെൽ ട്രേഡ് എടുക്കാം. അതുപോലെ തന്നെ സെൽ എൻട്രി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നുള്ള റെഡ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക്, ഇവിടെ നമുക്ക് സെൽ എൻട്രി വന്നാൽ തൊട്ട് മുന്നുള്ള റെഡ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഇവിടെ ഈ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇവിടെ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ട്രേഡ് വന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും 3 ട്രെൻഡുകളും കൺഫേം ആണ്. അപ്പോൾ 3 ട്രെൻഡുകളും കൺഫേം ആണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൽ എൻട്രി ആണിത്. അതുപോലെ നമ്മൾ ബൈ ട്രേഡ് എടുക്കുമ്പോഴും അത് തന്നെ. ഇപ്പോൾ ബൈ എൻട്രി വരുമ്പോഴും ഇത് തന്നെ. ബൈ എൻട്രി വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു ആരോ വരും. ഈ ആരോ വരുന്ന ടൈമിൽ നമുക്ക് നോക്കാം തൊട്ട് താഴെ ബാറുകളെല്ലാം കൺഫേം ആണോ എന്ന്. ഇവിടെ നമുക്ക് 3 ട്രെൻഡ് ബാറുകളും കൺഫേം ആണ്. നമുക്ക് ഏതെങ്കിലും ഇതിൽ നമുക്ക് ഏതെങ്കിലും 2 എണ്ണം കിട്ടിയാൽ മതി. ഇപ്പോൾ ഈ ഒരു ഗ്രീനും അല്ലെങ്കിൽ ഈ സെൻറ്ററിൽ ഒരു ഗ്രീനോ തൊട്ട് താഴത്തുള്ള ഒരെണ്ണം കിട്ടിയാൽ മതി. കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആരോ വന്നു കഴിഞ്ഞാൽ തൊട്ട് മുന്നുള്ള ഗ്രീൻ ക്യാൻഡിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ ട്രേഡ് എടുക്കും. അങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു ട്രേഡ് എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായ നമുക്ക് ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്, ട്രെയിൽ സ്റ്റോപ്പ് ലോസ് എല്ലാം കൃത്യമായിട്ട് കാണിച്ചു തരും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ സെൽ എൻട്രി വന്നപ്പോൾ തന്നെ നോക്കുക. സെൽ എൻട്രി വന്ന ടൈമിൽ സെൽ റേറ്റ് എത്രയാണെന്ന് കൃത്യമായിട്ട് കൊടുത്തപ്പോൾ ഉണ്ട്. അതിൻ്റെ ടാർഗറ്റ് 1, ടാർഗറ്റ് 2, ടാർഗറ്റ് 3, അതുപോലെ സ്റ്റോപ്പ് ലോസ്. ഇത് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞപ്പോൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റൊക്കെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ട്രെയിൽ ചെയ്തിട്ട് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ P&L ഇപ്പം തന്നെ നമുക്ക് ഗോൾഡിൽ ഒരു സെൽ എൻട്രി വന്നതിൻ്റെ P&L കാണുന്നത്. നമുക്കൊരു $6.69 പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 0.01 എടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് 6.69 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത്രയും ഡോളർ ഗോൾഡിനകത്ത് കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡ് കണ്ട്. ഇപ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ ഓവറാൾ ട്രെൻഡാണ് ഈ കാണുന്നത്. മാർക്കറ്റ് 1 മിനിറ്റിലും 5 മിനിറ്റിലും 50 മിനിറ്റ്, ഇത് 1 മിനിറ്റ് ക്യാൻഡിലിൻ്റെ, അതായത് ക്യാൻഡിൽസിൻ്റെ സ്ട്രെങ്ത് ആണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ 1 മിനിറ്റ് ക്യാൻഡിൽ ആയാലും 5 മിനിറ്റ് ആയാലും 50 മിനിറ്റ് ആയാലും 30 മിനിറ്റിലേക്ക് ക്യാൻഡിൽസിൻ്റെ ഒരു സ്ട്രെങ്ത് ആണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ ഈ ക്യാൻഡിൽസുകളൊക്കെ നമുക്ക് ഏത് ഡയറക്ഷനിലാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അതേപോലെ നമുക്ക് ഇവിടെ ട്രെൻഡ് സ്കാനറിൽ നോക്കിയാൽ കാണാൻ പറ്റും 1 മിനിറ്റും 5 മിനിറ്റും ഡൗണും ബാക്കിയെല്ലാം അപ് ട്രെൻഡുമാണ്. അതായത് മാർക്കറ്റ് ഓവറാൾ ഒരു അപ് ട്രെൻഡ് ആണെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ട്രേഡ് എന്ന് പറയുമ്പോൾ ചെറിയൊരു റിസ്ക്കേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്ക് 1 മിനിറ്റിലാണ് നമ്മളിവിടെ ട്രേഡുകളെല്ലാം എടുക്കുന്നത്. ഇപ്പോൾ 1 മിനിറ്റ് ട്രേഡുകൾ എടുക്കുമ്പോൾ നമുക്ക് അതിന് സപ്പോർട്ടായിട്ട് 5 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പം നമുക്ക് ഏകദേശം കുഴപ്പമില്ലാത്ത നല്ലൊരു ട്രേഡ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ക്യാൻഡിലിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇത് ക്യാൻഡിലിൻ്റെ സ്ട്രെങ്ത് ആണ്. ഇപ്പോൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. നമുക്ക് കണ്ടില്ലേ, ഒരു 58% ഡൗൺ ആണ് ആ ഒരു ക്യാൻഡിൽ. ആ ഒരു ക്യാൻഡിലിൻ്റെ പവറാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് 0.3 എന്നും പറഞ്ഞൊക്കെ വാല്യൂസ് ഉണ്ട്. ഇതൊക്കെ ഇതിപ്പോൾ ഒരു മാർക്കറ്റ് ചെറിയ സൈഡ് വേസ് ആണ് കാണിക്കുന്നത്. 3 വന്നു കഴിഞ്ഞാൽ ഈ 3യുടെ സ്ഥാനത്ത് ഇവിടെ 7, 8, 9 എന്നും പറഞ്ഞുള്ള വാല്യൂസൊക്കെ അതൊക്കെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് സ്ട്രോങ് ബുള്ളിഷ് ആണ്. അതുപോലെ സ്ട്രോങ് ബെയറിഷ് ആകുന്ന സമയത്ത് ഇവിടെ 3യുടെ സ്ഥാനത്ത് 0, 1, 2 എന്നൊക്കെ പറഞ്ഞുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ 0 വന്നു കഴിഞ്ഞാൽ സ്ട്രോങ് സെല്ലാണ്. അതുപോലെ ഇവിടെ 9 വന്നു കഴിഞ്ഞാൽ സ്ട്രോങ് ബൈ ആണ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ഇതിനകത്ത് ട്രെൻഡ് അറിയാനുള്ള ഓപ്ഷൻസ്. അപ്പോൾ ഇനി നമുക്ക് ട്രേഡുകൾ വന്നതൊന്നും നോക്കാം. നമുക്ക് ഈ ഒരാഴ്ച നമ്മുടെ ഗോൾഡിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതെന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ട്രേഡ് ഇതാണ്. ഏകദേശം ഒരു 6 മണി ആ ഒരു ടൈമിൽ വന്നൊരു ട്രേഡാണിത്. കണ്ടില്ലേ, വന്നതിന് ശേഷം നമുക്ക് വളരെ നല്ലൊരു പ്രോഫിറ്റാണ് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. ഏകദേശം 3 ടാർഗറ്റും നമുക്കിവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം വന്ന ഒരു ട്രേഡാണിത്. ഇത് നമുക്ക്
ഫസ്റ്റ് ടാർഗറ്റ് മാത്രമേ നമുക്കിവിടെ ഹിറ്റ് ആയിട്ടുള്ളൂ. അതിനുശേഷം വീണ്ടും ഒരു ട്രേഡ് വന്നിരിക്കുന്നതാണ്. ഇത് ഒരു സെൽ ട്രേഡ് വന്നിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു. വളരെ മികച്ച ഒരു ട്രേഡാണ്. ഈ ബ്ലാക്ക് ആരോ വൈറ്റ് ആരോ എന്ന് പറഞ്ഞാൽ നമുക്ക് റീ എൻട്രി ആണ്. ഒരു സെൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് റീ എൻട്രി എടുക്കാൻ വേണ്ടിയാണ് നമുക്കിത്. ഇപ്പോൾ നമ്മളിവിടെ സെൽ ട്രേഡ് എടുത്തു, വേണമെങ്കിൽ ഇവിടുന്ന് ഒരു സെൽ ട്രേഡ് എടുക്കാം, ഇവിടുന്ന് ഒരു സെൽ ട്രേഡ് എടുക്കാം. അപ്പോൾ നല്ലൊരു ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സെൽ ട്രേഡ് എടുത്തിട്ട് നമുക്ക് ആവറേജ് ചെയ്തിട്ട് വളരെ മികച്ച ഒരു പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ബൈ ട്രേഡ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഹൈ, ഈ തൊട്ട് മുന്നുള്ള ക്യാൻഡിലെ ഹൈ ഇവിടെ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡ് ഇൻവാലിഡ് ആണ്. അതിനുശേഷം വീണ്ടും ഒരു സെൽ ട്രേഡ് വന്നു. ഇത് കണ്ടില്ല, ഒറ്റ ക്യാൻഡിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു ബൈ ട്രേഡ് വന്നു. ഇത് കണ്ടില്ലേ, വളരെ ഹ്യൂജ് ആയിട്ടൊരു പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത്. കണ്ട് വളരെ മികച്ച ഒരു പ്രോഫിറ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. അതിനുശേഷം തന്നെ വീണ്ടും ഒരു സെൽ ട്രേഡ് വന്നിട്ടുണ്ട്. ഇതും വളരെ നല്ലൊരു പ്രോഫിറ്റാണ്. കണ്ടില്ലേ, മികച്ച ഒരു പ്രോഫിറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു ഫസ്റ്റ് ഡേയിലെ നമുക്ക് എൻട്രി സിഗ്നൽസ് ആണ്. അപ്പോൾ എത്ര ട്രേഡാണ് നമുക്ക് വലിയ പ്രോഫിറ്റ് വന്നിരിക്കുന്നതെന്ന് നോക്കുക. നെക്സ്റ്റ് ഡേ 28-ാം തീയതിയാണ്. 28-ാം തീയതി 6 മണിക്കുള്ള എൻട്രികളാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒരു സെൽ ട്രേഡാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് പ്രോഫിറ്റ് ലോസ് ഒന്നുമില്ല. ഏകദേശം കോസ്റ്റ് നമുക്കിവിടെ ഇവിടെ നമുക്ക് ട്രേഡ് വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഈ ലോഡ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് എടുക്കേണ്ടത്. പക്ഷേ ഇത് ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഫ്ലാഷ് ക്യാൻഡിൽസ് വരുമ്പോൾ, അപ്പോൾ വലിയ ക്യാൻഡിൽസിൽ വരുന്ന ബൈ സിഗ്നലും സെൽ സിഗ്നലും നമ്മൾ എപ്പോഴും ഒഴിവാക്കണം. അത് നമ്മളൊരു സേഫ് സൈഡാണെന്ന് പറഞ്ഞാൽ എപ്പോഴും ഫ്ലാഷിൽ വന്നു കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്ലാഷിൽ വന്ന് ഇവിടെ എടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വീണ്ടും ഒരു റീ എൻട്രി എടുക്കാം. അങ്ങനെ നമുക്ക് ആവറേജ് ചെയ്തൊരു പ്രോഫിറ്റിൽ എത്തിക്കാൻ സാധിക്കും. ഇതും നമുക്കൊരു ചെറിയ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ട് ഈ ഒരു ട്രേഡ് നമുക്കിവിടെ ലോസ് ആയിട്ടുണ്ട് ബൈ എൻട്രി വന്നതിന് ശേഷം. പക്ഷേ ഇത് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം അടുത്ത ട്രേഡ് കണ്ടില്ല, അടുത്ത ട്രേഡിൽ നമുക്കിവിടെ 3 ടാർഗറ്റും നമുക്കിവിടെ ഹിറ്റ് ആയിട്ടുണ്ട് ബൈ ട്രേഡിൽ. അതിനുശേഷം വീണ്ടും സെൽ ട്രേഡ് വന്ന് ഇവിടെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. കണ്ട് ഇവിടെ ഒരു ബൈ ട്രേഡ് വന്ന് ഇതും നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സെൽ ട്രേഡ് വന്നിട്ടുണ്ട്. ഇതിലും നമുക്ക് 2 ടാർഗറ്റും ഹിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ അതിനുശേഷം ഒരു ബൈ ട്രേഡ് വന്ന് നോക്കുക. വളരെ നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു ട്രേഡിലും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു സെൽ എൻട്രി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ട്രേഡും നമുക്ക് ലോസിലാണ് പോയിരിക്കുന്നത്. ഈ ഒരു ട്രേഡ് നമുക്ക് SL ഹിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു ബൈ ട്രേഡ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലും വളരെ വലിയൊരു പ്രോഫിറ്റാണ് നമുക്ക് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു റാലിയൊക്കെ ക്യാച്ച് ചെയ്ത് നമുക്ക് എത്ര പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത് നോക്കി. ട്രെയിൽ ചെയ്ത് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. അതിനുശേഷം നെക്സ്റ്റ് ഡേ 29-ാം തീയതിയാണ്. 29-ാം തീയതി വന്ന ട്രേഡാണ്. ഇത് 6 മണിക്ക് വന്ന ഒരു ട്രേഡാണ്. ഇത് ഫസ്റ്റ് ട്രേഡാണ്. ഇത് നോക്കുക, ബൈ എൻട്രി ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ട്രെൻഡ് എല്ലാം കൺഫേം ആയിരുന്നു. നോക്കുക, വളരെ നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഇതിനകത്തും നമുക്ക് 2 ടാർഗറ്റ് നമുക്കിവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു സെൽ ട്രേഡ് വന്ന് നോക്കുക. അതിലും നമുക്ക് നല്ലൊരു പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത്. കണ്ടില്ല, വളരെ ഹ്യൂജ് ആയിട്ടൊരു പ്രോഫിറ്റ് നമുക്ക് ട്രെയിൽ ചെയ്തെടുത്തെങ്കിൽ നമുക്ക് കിട്ടിയതിനെ കണ്ട വളരെ വലിയൊരു പ്രോഫിറ്റാണ് ഇതിലും വന്നിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഒരു ബൈ ട്രേഡ് വന്ന് നോക്കി. ഇതിനകത്ത് നമുക്ക് ഏകദേശം 2 ടാർഗറ്റ് നമ്മുടെ ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു സെൽ ട്രേഡ് വന്ന് നോക്കുക. ട്രെൻഡുകളെല്ലാം കൺഫേം ആയിരുന്നു. ഈ ഒരു ട്രേഡിൽ നമുക്ക് മികച്ച ഒരു പ്രോഫിറ്റ് കണ്ടില്ലേ, വളരെ നല്ലൊരു പ്രോഫിറ്റ് അല്ലേ നമുക്ക് വന്നിരിക്കുന്നത്. മാർക്കറ്റ് മുകളിലേക്ക് റിവേഴ്സ് പോയെങ്കിൽ തന്നെ ഇവിടുന്ന് വീണ്ടും നമുക്ക് റീ എൻട്രി ഇവിടുന്ന് വേണമെങ്കിൽ കൊടുക്കാം, ഇവിടുന്ന് റീ എൻട്രി കൊടുക്കാം. നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ സാധിക്കും. കണ്ട വളരെ വലിയൊരു പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഒരു ബൈ ട്രേഡ് വന്നിട്ടുണ്ട്. ഇതിലും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ്. ഇതൊരു ഫസ്റ്റ് ടാർഗറ്റാണ് നമുക്കിവിടെ ഹിറ്റ് ആയിരിക്കുന്നത്. വീണ്ടും ഒരു സെൽ ട്രേഡ് വന്നിട്ടുണ്ട്. ഇവിടെയും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ട്. ഇവിടെയും നമുക്ക് ട്രെയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര പോയിന്റ് പ്രോഫിറ്റ് വരേണ്ടതാണ്. കണ്ടില്ലേ, ഇതും വളരെ മികച്ച ഒരു പ്രോഫിറ്റ് നമുക്ക് ഇവിടെയും വന്നിട്ടുണ്ട്. ഇത് 30-ാം തീയതിയാണ്. ഇത് നെക്സ്റ്റ് ഡേ ആണ് 30-ാം തീയതി. 30-ാം തീയതി നമുക്കൊരു 6 മണിയായപ്പോൾ വീണ്ടും ഇവിടെ ഒരു സെൽ ട്രേഡാണ് വന്നിരിക്കുന്നത്. ഇതിലും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ്, ഏകദേശം ഒരു 2 ടാർഗറ്റ് നമുക്കിവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു ബൈ ട്രേഡ് വന്നു. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റാണ് ഹിറ്റ് ആയിരിക്കുന്നത്. ഇവിടെ നമുക്ക് വീണ്ടും ഒരു ട്രേഡ് വന്നു. ഇവിടെ നമുക്ക് 2 ടാർഗറ്റും നമുക്കിവിടെ ഹിറ്റ് ആയിട്ട്. ഇവിടെ നോക്കുക, ഇവിടെ നമ്മുടെ ഡിമാൻഡ് സോണാണ്. ഡിമാൻഡ് സോണിൽ വരെയാണ് നമ്മുടെ മാർക്കറ്റ് പോയിരിക്കുന്നത്. അവിടെ നിന്ന് വീണ്ടും റിവേഴ്സ് പോയത്. അതിനുശേഷം നമുക്ക് ഡിമാൻഡ് സോണിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് നമുക്ക് വീണ്ടും ഒരു ബൈ ട്രേഡ് ഇവിടെ വന്ന് നോക്കുക. വളരെ വലിയൊരു പ്രോഫിറ്റ് നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. കണ്ട് ഇത് ട്രെയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ ഒരു സെൽ ട്രേഡ് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റാണ് ഹിറ്റ് ആയിരിക്കുന്നത്. വീണ്ടും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും നമുക്കൊരു ബൈ ട്രേഡ് വന്ന് നോക്കുക. ഇതിലും നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇതൊരു ഫ്ലാഷ് ട്രേഡാണ്. ഇത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇതൊരു ഇവന്റ് സമയത്ത് വന്ന ഒരു ട്രേഡാണ്. ഇത്തരം ട്രേഡുകൾ നമ്മൾ ഒഴിവാക്കുക, ഇവന്റ് ടൈമിൽ വരുന്നത്. അതിനുശേഷം ഒരു ബൈ ട്രേഡ് വന്നു. ബൈ ട്രേഡ് വന്നിട്ട് നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. വീണ്ടും ഒരു സെൽ ട്രേഡ് വന്നു. നമുക്ക് ഈ ഒരു ട്രേഡ് നമുക്ക് ലോസിലാണ് പോയിരിക്കുന്നത്. വീണ്ടും ഇവിടെ ഒരു ബൈ ട്രേഡ് വന്നിട്ടുണ്ട്. ഈ ബൈ ട്രേഡ് വന്നിട്ട് നമുക്ക് വളരെ നല്ലൊരു പ്രോഫിറ്റ്, ഒരു സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ 2 ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു സെൽ ട്രേഡ് വന്നിട്ടുണ്ട്. ഈ സെൽ ട്രേഡിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഇതായിരുന്നു നമുക്ക്
30-ാം തീയതി വന്ന ട്രേഡുകൾ. ഇത് നമുക്ക് 31-ാം തീയതി ട്രേഡുകൾ 31-ാം തീയതി 6 മണി ആയപ്പോൾ വന്നൊരു ട്രേഡാണ്. ഇത് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ബൈ എൻട്രി. അതിനുശേഷം സെൽ എൻട്രി വന്നു. സെൽ എൻട്രി വന്ന ടൈമിൽ നമുക്ക് ഇവിടെ ട്രെൻഡുകളൊന്നും കൺഫേം അല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രേഡ് അങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡൊക്കെ കൺഫേം ആയപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഫസ്റ്റ് ടാർഗറ്റ് ഒക്കെ ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേഡ് നമ്മൾ ഒഴിവാക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ബൈ ട്രേഡ് വന്നിട്ടുണ്ട്. നമുക്ക് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രേഡ് നമുക്ക് ലോസിൽ പോയി. അതിനുശേഷം ഒരു സെൽ ട്രേഡ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്താണ് ലോ ബ്രേക്ക് ചെയ്യേണ്ടത്. ഇവിടെ ബ്രേക്ക് ചെയ്തു കണ്ട് അതിനുശേഷം വളരെ മികച്ച ഒരു പ്രോഫിറ്റ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു സെൽ ട്രേഡിൽ ഒരു നല്ല പ്രോഫിറ്റ് കിട്ടി. അതിനുശേഷം ഒരു ബൈ എൻട്രി വന്നിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഫസ്റ്റും സെക്കൻഡും ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു സെൽ ട്രേഡ് വന്നിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് നമുക്കിവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് അല്ല, ഇവിടെ സെക്കൻഡ് ടാർഗറ്റും നമുക്കിവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു ബൈ ട്രേഡ് ആണ് വന്നിരിക്കുന്നത്. ബൈ ട്രേഡ് വന്നിട്ട് നമുക്ക് വളരെ വലിയൊരു പ്രോഫിറ്റിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. കണ്ടില്ലേ, വളരെ വലിയൊരു പ്രോഫിറ്റിലേക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും എല്ലാം കഴിഞ്ഞാണ് പോയിരിക്കുന്നത്. വളരെ ഹ്യൂജ് ഒരു മൂവ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ഞാൻ പറയാറുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് വളരെ വലിയ പ്രോഫിറ്റുകൾ വരും. ഇപ്പോൾ ഈ ഒരു ട്രേഡ് നമ്മൾ ആഴ്ചയിൽ നമുക്ക് ഈ ഒരു ആഴ്ചയിൽ തന്നെ നമുക്ക് 2-4 ട്രേഡ് നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റിൽ നമുക്ക് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പം വളരെ വലിയൊരു പ്രോഫിറ്റ് നമുക്ക് ട്രെയിനിങ് സ്റ്റോപ്പ് ലോസ് ഇട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും ഒരു സെൽ ട്രേഡ് വന്നിട്ടുണ്ട്. അതും വളരെ നല്ലൊരു പ്രോഫിറ്റ് ആണ് വന്നിരിക്കുന്നത്. വീണ്ടും ഒരു ബൈ ട്രേഡ് വന്നിട്ടുണ്ട്. ഇതൊക്കെ 10 മണിക്ക് ശേഷമുള്ളതാണ്. അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം നമുക്കിതിൽ ഈ ഒരാഴ്ച വന്ന ട്രേഡുകൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഗോൾഡിൽ ഒരു 42 ട്രേഡാണ് വന്നിരിക്കുന്നത്. അപ്പം 42 ട്രേഡ് വന്നതിൽ നമുക്കതിൽ 6 ട്രേഡ് നമുക്ക് ലോസ് ആയിട്ടുണ്ട്. 6 ട്രേഡാണ് നമുക്ക് 42 ട്രേഡിൽ ലോസ് ആയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 36 ട്രേഡ് പ്രോഫിറ്റിലും 6 ട്രേഡ് ലോസിലുമാണ്. 36 ട്രേഡ് പ്രോഫിറ്റിലും വന്നു, 6 ട്രേഡ് ലോസിലും വരിക എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു സക്സസ് റേറ്റ് ആണ്. ഏകദേശം ഒരു 80% മേളിൽ സക്സസ് റേറ്റ് ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ സോഫ്റ്റ്വെയറിന്റെ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് എല്ലാ മാർക്കറ്റിലും ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഇക്വിറ്റി ആയാലും കമ്മോഡിറ്റി ആയാലും കറൻസി ആയാലും അതുപോലെ ഫോറക്സ് മാർക്കറ്റിലായാലും. ഫോറക്സ് മാർക്കറ്റിൽ കറൻസികളൊക്കെ വളരെ മികച്ച രീതിയിൽ നമുക്ക് ട്രേഡുകൾ എടുക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ലോസിൽ ട്രേഡ് ചെയ്യുന്നവർക്കും തുടക്കക്കാർക്കും ഒക്കെ വളരെ മികച്ച രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. കറക്റ്റായിട്ട് മാർക്കറ്റിന്റെ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്ത് അതുപോലെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് നമുക്ക് ട്രേഡുകൾ എടുക്കാൻ സാധിക്കും. ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ ബൈ.